കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് തലപ്പുഴയിൽ ഇന്ന് വനം വകുപ്പിന്റെ മെഗാ തെരച്ചിൽ. തലപ്പുഴ 43-ാം മൈൽ ജോൺസൺ കുന്ന്, കമ്പിപ്പാലം, കരിമാനി, പാരിസൺ എസ്റ്റേറ്റിനോട് ചേർന്ന വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് തെരച്ചിൽ. 4 സംഘങ്ങളായി തിരിഞ്ഞ് രാവിലെ 9 മണിക്കാണ് തെരച്ചിൽ തുടങ്ങുക. വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകി. അടിക്കാടുകൾ നിറഞ്ഞ മേഖലകളിലും എസ്റ്റേറ്റുകളിലും പ്രത്യേക തെരച്ചിൽ നടത്തും. അനീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ്, ഒരു ഊർജിതമായ തെരച്ചിലാണ് ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. എത്ര മണി മുതൽ തെരച്ചിൽ ആരംഭിക്കും? തെരച്ചിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ സ്കൂൾ പോയതിനു ശേഷം മതി എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായി 10 മണിയോടുകൂടിയാണ് തെരച്ചിൽ ഉണ്ടാവുക എന്നറിയിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ പറയുന്ന ഈ തലപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ 44-ലുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ ആദ്യം ആളുകൾ ഒരു മീറ്റിംഗ് ചേർന്നതിന് ശേഷം 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുക. ഇന്ന് അരിച്ചു പെറുക്കിയുള്ള തെരച്ചിൽ നടക്കും. പ്രദേശത്ത് എവിടെയെങ്കിലും കടുവയുണ്ടെങ്കിൽ അതിനെ കാട്ടിലേക്ക് തുരത്തുകയോ പിടികൂടുകയോ ചെയ്യുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് DFO അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത്. എന്തായാലും കടുത്ത കടുവ ഭീതിയിലാണ് പ്രദേശത്തുള്ളത്. ഇവിടെ വളർത്തുമൃഗങ്ങളെ പിടിക്കുകയോ അല്ലെങ്കിൽ ആളുകളെ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം ജനവാസ കേന്ദ്രത്തിൽ ഒരു ഭീതിയുള്ള കടുവയുണ്ട് എന്നത് മാത്രമല്ല, നേരത്തെ പഞ്ചാരക്കൊല്ലിയിൽ രാധയുടെ ജീവനെടുത്ത സ്ഥലത്ത് നിന്ന് അത്രയൊന്നും ദൂരെ അല്ല ഇത്, അത് അടുത്ത് തന്നെയാണ്. മാനന്തവാടി ഭാഗത്ത് പഞ്ചാരക്കൊല്ലി തലപ്പുഴയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഉള്ളത്. ഈ തലപ്പുഴയിൽ ഇവിടെ പല സ്ഥലങ്ങളിലായി കടുവ, നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങളിൽ കടുവ നടന്നു പോകുന്നതാണ്, ജനവാസ കേന്ദ്രത്തിലൂടെ നടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് കടുവ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന പലതരം തെളിവുകൾ, അതിന്റെ പഗ്മാർക്ക്, കാൽപ്പാടുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളിൽ തന്നെ കടുവയെ പതിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ആളുകൾ കടുത്ത ഭീതിയിലാണോ? ആളുകൾ കുറച്ച് കടുത്ത ഭീതിയിൽ തന്നെയാണുള്ളത്. എന്താണ്, നമ്മക്കൊന്ന് രാത്രി ഒന്നും നടക്കാൻ പറ്റില്ല. നമ്മളെ എസ്റ്റേറ്റ് റോഡിലുള്ളേ കടുവ ഉള്ളേ, മറ്റേ ഇതുണ്ടല്ലോ ഇവരെ കോട്ടേഴ്സിന്റെ താഴെ അവിടുന്ന് കണ്ട് ഇന്നലെ കണ്ടു. ഇന്നലെ ഒരു ക്യാമറയിൽ പതിഞ്ഞേ. മിനിഞ്ഞാന്നായിട്ടാണ് കണ്ടത്. എസ്റ്റേറ്റിന്റെ അകത്ത് അതിന്റെ പെഗ് മാർക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലെ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ പോകുന്നുണ്ട്. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും കാട് പോലെ തന്നെ, കാട് മൂടി കിടക്കുന്നതിനോട് ചേർന്ന ഇതാണ് എസ്റ്റേറ്റ്. റോഡിന്റെ ഒരു സൈഡും ഫോറസ്റ്റും അപ്പുറത്തെ സൈഡും എസ്റ്റേറ്റ് ആണ്. അപ്പോൾ രാവിലെ വരുന്ന 6:30 മദ്രസ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല. എസ്റ്റേറ്റ് വർക്കർമാർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഒരു വലിയ അപകടമുണ്ടായിട്ടില്ല, ഒരാളെ ആക്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ പിടിച്ചിട്ടില്ല എന്നതൊഴിച്ചാൽ കടുവയുടെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന നിരവധി തെളിവുകൾ ആളുകൾ നേർക്കുനേരെ കാണുന്ന ഒരു ജനവാസ കേന്ദ്രമാണ് ഈ പറയുന്ന തലപ്പുഴ എന്ന് പറയുന്നത്. കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. കാടും കാടിനോട് ചേർന്നുള്ള എസ്റ്റേറ്റും, എസ്റ്റേറ്റ് കാടിന് സമാനമായി ഇടതൂർന്ന് കിടക്കുന്ന കുറ്റിക്കാടുകളും ഒക്കെ കിടക്കുന്ന ഒരു എസ്റ്റേറ്റാണ്. ഈ 2 സ്ഥലങ്ങളിൽ ഈ കടുവയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് വനം വകുപ്പ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തെരച്ചിലുണ്ട് എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ സംഗമിച്ചതിന് ശേഷം 10 മണിയോടുകൂടി അവർ തെരച്ചിലിന് ഇറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 4 സംഘങ്ങളായി തെരയും. ഏതായാലും 1 മാസത്തോളമായി കടുവയെ ഇടക്കും തലക്കുമൊക്കെ ആയി ആളുകൾ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് ഈ ഒരാഴ്ചക്കിടയിൽ പലതവണയായി കടുവയെ നേരിട്ട് കാണുന്ന സാഹചര്യമുണ്ടായി. കടുവയെ കാണുന്നു, അതോടൊപ്പം തന്നെ കടുവയുടെ കാൽപ്പാടുകൾ കാണുന്നു. ഏതായാലും വലിയ ഭീതിയിലാണ് ഈ പ്രദേശവാസികൾ എല്ലാവരും തന്നെ ഉള്ളത്. എന്തായാലും അത് അവസാനിപ്പിക്കുക. ഒരു ഘട്ടത്തിൽ, അതായത് സാധാരണഗതിയിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയോ ആളുകളെ ആക്രമിക്കുകയോ ചെയ്യുമ്പോഴാണ് ജനകീയമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ തലത്തിൽ ജനങ്ങൾ വലിയ തരത്തിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകാൻ കാത്തു നിൽക്കുകയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ആ ഭീതി അകറ്റുക എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജിൽസി, എന്തായാലും ജനങ്ങളുടെ ഭീതി അകറ്റാനുള്ള ഒരു മെഗാ തെരച്ചിലാണ് ഇന്നിപ്പോൾ വയനാട് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അനീസ് നൽകിയത്.